ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ്. 93.25 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗണിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. ഇപ്പോൾ 23,800 ലെവൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഫോളോ ആയിട്ടുണ്ട്. ഒരു പുൾ ബാക്കിന് ശേഷമാണ് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. പുൾ ബാക്കിൽ 24,000 ഓൾമോസ്റ്റ് വന്നു. 24,000 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം അവിടെ നിന്നും 23,800 കൃത്യമായിട്ട് നമ്മുടെ ലെവലിലേക്ക് ഫോളോ ചെയ്യുന്നതാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ 93.25 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് 23,722.60 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. അപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എവിടെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഫർദർ ഡൗൺ സൈഡ് പോകുമെന്നാണ് ഒരു വ്യൂ. അപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. സ്ട്രൈക്ക് പ്രൈസസ് നോക്കുകയാണെങ്കിൽ 23,700 അറ്റ് ദ മണി അറൗണ്ട് 80 ട്രേഡ് ചെയ്യുന്നത്. 23,650 നോക്കുകയാണെങ്കിൽ അറൗണ്ട് 120 ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. 23,600 ആണെങ്കിലും അതേപോലെ 150 ലെവലിൽ നിൽക്കുന്നുണ്ട്. എപ്പോഴും ഓപ്ഷൻ പ്രീമിയം എക്സ്പയറി ഡേ ആണെങ്കിൽ അറൗണ്ട് 80 to 120 ലെവലിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 23,800 പുട്ട് ഓപ്ഷൻ 120 അതുപോലെ തന്നെ 23,850 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 170 അപ്പോൾ നമുക്ക് 23,750 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 90. അപ്പോൾ ഈ സ്ട്രൈക്ക് പ്രൈസസ് ഒക്കെ ഒന്ന് നമുക്ക് വാച്ച് ചെയ്യാം, അതുപോലെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. എൻട്രി എടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ ലോവർ ലെവൽസിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത് അറൗണ്ട് 650, 670 അതുപോലെ തന്നെ ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ നമുക്ക് നോക്കാം. പിന്നെ വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. 23,600 ലെവലൊക്കെയാണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. മേജർ സപ്പോർട്ട് ലെവലായിട്ട് പറയാൻ പറ്റുന്നു. എന്തായാലും വെയിറ്റ് ചെയ്യാം. പ്രോപ്പറായിട്ടുള്ളൊരു ബൈയിങ് പ്രഷർ അതുപോലെ തന്നെ ഡയറക്ഷൻ കൺഫർമേഷൻ അതിനുശേഷം എൻട്രി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യാം. വളരെ പേഷ്യൻസോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. $23,650 call option, okay. 23,750 put option, 800 put option, 23,600 call option. ഇതൊക്കെ സ്ട്രൈക്ക് പ്രൈസസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി അതുപോലെ തന്നെ ഡയറക്ഷൻ ഇതെല്ലാം കൺഫേം ആയതിനു ശേഷം എൻട്രി എടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 23,650 ലെവലിലേക്ക് വന്നിട്ടുണ്ട് നിഫ്റ്റി. ഇതുവരെയുള്ള ഡേയിലോ 23,617.70 ആണ്. അപ്പോൾ ഇന്നൊരു റിക്കവറിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 600 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. മേ ബി ഒരു ലോ റീടെസ്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 23,600 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ ഡേ ഹൈയോ ഗ്യാപ്പ് ഫില്ലിങ്ങോ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി കിട്ടുമോ നമുക്ക് നോക്കാം. $23,550 ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള പ്രീമിയം ഒക്കെ വളരെ ചെറുതാണ്.
23,550 ട്രേഡിങ് അറൗണ്ട് 130. അപ്പോൾ അതൊന്ന് നമുക്ക് ഒരു എൻട്രി എടുക്കാം, വെയിറ്റ് ചെയ്യാം, ഒരു കൺഫർമേഷൻ കൂടി കിട്ടിയതിന് ശേഷം എടുക്കാം. ഒരു എൻട്രിയും ഇതുവരെ എടുത്തിട്ടില്ല, എന്തായാലും വെയിറ്റ് ചെയ്യണം. ഒരു റിവേഴ്സൽ ഉണ്ടെങ്കിൽ ഇവിടുന്ന് എൻട്രി നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു 50-60 പോയിൻറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അതിന് പുട്ട് ഓപ്ഷൻ 23,700 ലെവലിൽ നിന്ന് 700-720 ലെവലിൽ നിന്ന് ഡൗൺ ആയപ്പോഴും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഫോൾ ലാസ്റ്റ് 10-15 മിനിറ്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എൻട്രി ചെയ്യാതിരുന്നത് ഒരു ബൈയിങ് പ്രഷർ വരാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ലോവർ ലെവലിലേക്ക് കോൾ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 23,550, 600, 650 മൂന്ന് സ്ട്രൈക്ക് പ്രൈസസും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്ഷൻ കൺഫേം ആണ്, എൻട്രി കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും നോക്കാം. ചിലപ്പോൾ കുറച്ചധികം സമയമെടുക്കാനും സാധ്യതയുണ്ട്. ഇന്ന് എക്സ്പയറി ആണ്, വീക്ക്ലി എക്സ്പയറി ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് വെയിറ്റ് ചെയ്യാം. 23,600 ലെവൽ റീടെസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു കൺഫർമേഷനായിട്ടും വെയിറ്റ് ചെയ്യാം. എൻട്രി ഒന്നും തന്നെ എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു കൺഫർമേഷൻ ഉണ്ട്, എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ലോവർ ലോ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്നൊരു സ്പൈക്ക് വരാനാണ് സാധ്യത, കോൾ ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു 40-70 പോയിൻറ്റ്സ് വരെ അപ്പ് മൂവ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ലോവർ ലോ വരാനുള്ളൊരു സാധ്യത ഉണ്ടോ നോക്കാം. അതുകൂടി കഴിഞ്ഞതിന് ശേഷം കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാം. ലോവർ ലോ ആണ് വരാൻ പോകുന്നത്, നമുക്ക് നോക്കാം. വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ എക്സ്പയറി ആവുന്ന സമയത്ത് നമുക്ക് എന്തായാലും ആവുന്നതിന് മുമ്പ് നമുക്ക് 23,700 ലെവലിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡേ ഹൈ പിന്നെ ഗ്യാപ്പ് ഫില്ലിങ്. ഇന്നലത്തെ ഡേ ലോ സപ്പോർട്ട് ലെവലായിട്ടുള്ള 23,800 ലെവലിലേക്കെല്ലാം വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ 10 മണി ആവുന്നതേ ഉള്ളൂ, ഒരുപാട് സമയം ബാക്കിയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എൻട്രീസ് മാത്രമേ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഒരു കൺസോൾട്ടേഷനാണ് കഴിഞ്ഞ 30 മിനിറ്റ്, അരമണിക്കൂറായിട്ട് കൺസോൾട്ടേഷനാണ്. ഈ ഒരു 130-120 ലെവൽ 23,550 നോക്കുകയാണെങ്കിൽ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്യുമോ നമുക്ക് നോക്കാം. പുട്ട് ഓപ്ഷൻ, അതായത് ഡേ ലോ ലെവൽ സ്പോട്ടിൽ ബ്രേക്ക് ചെയ്ത് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരിക്കാം ഒരു പക്ഷേ. എന്തായാലും വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ബൈയിങ് പ്രഷർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഒരു എൻട്രി കിട്ടാനുള്ള ചാൻസസ് ഉണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ ലോവർ ലെവലിലേക്കാണ് ഒരു റീടെസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും, നോക്കാം. യെസ്, ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലോവർ ലോ വന്നതിന് ശേഷം
ലോവർ ലോ വന്നിട്ടുണ്ട്. നിഫ്റ്റി 23,613.55 ആണ് ഇതുവരെയുള്ള ഡേ ലോ. നമുക്കൊരു എൻട്രി 140 നിൽക്കുന്നത്. യെസ്, ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 118 ആവറേജ് പ്രൈസ്. 1 ലോട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു 130 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു മൊമെൻറ്റത്തിലൊരു 40 to 70 പോയിൻറ്റ്സ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. ആ ഒരു 20-30 പോയിൻറ്റ്സിൻ്റെ റിസ്ക് ഈ ഒരു ട്രേഡിലുണ്ട്. പുട്ട് ഓപ്ഷൻ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും അവിടെ നിന്നും പ്രൈസ് റിജക്ഷനാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒരു കൺസോളിഡേഷന് ശേഷം ഒരു റീടെസ്റ്റും കഴിഞ്ഞു. അപ്പോൾ ഇനിയൊരു അപ്പ് മൂവ് വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും എൻട്രി ചെയ്തിട്ടുണ്ട്. 120 താഴെ എൻട്രി ചെയ്തിട്ടുണ്ട്. 118 ആവറേജ് പ്രൈസ് വരുന്നത്. 1 ലോട്ട് മാത്രമേ എൻട്രി ചെയ്തിട്ടുള്ളൂ. ശരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റിയ ലെവൽ കൂടിയാണ്. ലോവസ്റ്റ് ലെവലാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ക്യാപിറ്റലിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് നമ്മൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ ക്യാപിറ്റൽ എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള റിസ്ക് മാത്രം എടുക്കാൻ ശ്രമിക്കുക, എത്ര കോൺഫിഡൻസ് ഉള്ള ട്രേഡാണെങ്കിൽ പോലും. നമുക്ക് ക്യാപിറ്റൽ പ്രോപ്പറായിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസ്ക് എടുക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ ചെറിയ ലോട്ട് സൈസ് 1 or 2 ലോട്ട് മാത്രം എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. എന്തായാലും 1 ലോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയുള്ള ഫർദർ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നോക്കാം. 130 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂ. പാസ് ഓഫ് നൗ അത് 120 ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു ബ്രേക്ക് ഔട്ട് 130 ലെവലിൽ നേരത്തെ വന്നൊരു ഹൈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം 23,700, 750, 800 ലെവൽസിലേക്ക്. പക്ഷേ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇന്ന് വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. അപ്പോൾ എത്രത്തോളം സമയം ആ ഒരു ലെവലിലേക്ക് ബൈയിങ് പ്രഷറോടുകൂടി ആ ഒരു മൊമെൻറ്റത്തോടുകൂടി വരാനായിട്ടുള്ള സമയം എത്ര എടുക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സാധാരണ ഉള്ള ദിവസത്തേക്കാൾ പ്രീമിയം DK എല്ലാം കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് ഇന്ന് എക്സ്പയറി ഡേ. പക്ഷേ രാവിലെ തന്നെ ആ ഒരു മൊമെൻറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മളെന്തായാലും 1 ലോട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. അറൗണ്ട് 118 ആവറേജ് പ്രൈസ്. അപ്പോൾ അടുത്ത അഡീഷൻ എപ്പോഴാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ട്രേഡ് നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. യെസ്, ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 140 ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലൊരു വലിയ മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതറിയാൻ പറ്റൂ. അത് യെസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. 140 ഇത് 1 ലോട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. യെസ്, 165 ലെവലാണ് നെക്സ്റ്റ് വരേണ്ടത്. അത് മേ ബി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ വരികയാണെങ്കിൽ ക്വിക്ക് പ്രോഫിറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാം. യെസ്, 42 യെസ് വരുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു ബൈയിങ് പ്രഷറുണ്ട്. നമുക്കിവിടെ ചാർട്ടിൽ കാണാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ബൈയിങ് പ്രഷറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോ റീടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ ലോ ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 23,675, 23,700 ലെവലായിരിക്കും ആ ഒരു ലെവൽ. അതിന് മുൻപ് ഒരു പുൾ ബാക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 140 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ബെസ്റ്റ് പ്രൈസ് 165 വരെ വെയിറ്റ് ചെയ്യാൻ പറ്റിയാൽ അതൊരു നല്ല പ്രോഫിറ്റ്സിലേക്ക് നമ്മൾ എത്തിക്കും. എന്തായാലും നോക്കാം. 140 ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. പുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യാം. റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബൈയിങ് പ്രഷർ ഉണ്ടെങ്കിൽ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 140 നല്ലൊരു റെസിസ്റ്റൻസ് ലെവലായിരിക്കും. ബ്രേക്ക് ചെയ്താൽ മാത്രമേ മൊമെൻറ്റം വരാൻ ചാൻസ് ഉള്ളൂ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻട്രിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ പുൾ ബാക്ക് വരുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ അറൗണ്ട് 160-ലേക്കൊരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. 160, 140-ലാണ് നിൽക്കുന്നത് ഇപ്പോൾ. ഇനി ലോവർ ലെവൽസിലേക്ക് റീടെസ്റ്റ് വരുമെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു മൊമെൻറ്റത്തിൽ തന്നെ വരുന്ന പോയിൻറ്റ്സ് എന്താണ് വരുന്നത് അത് നമ്മൾ ബുക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് 140 ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അഗെയിൻ 140 ഗുഡ്. യെസ്, ഇനി ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ഒരു 160 വരെയാണെങ്കിൽ ബുക്ക് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. യെസ്, അഗെയിൻ 140-ൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഇപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് മൊമെൻറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോയിൻറ്റ്സിലേക്ക് വരൂ, അല്ലെങ്കിൽ പ്രീമിയം ഡി കെ പിന്നെ ടൈം ഡി കെ വരാനായിട്ട് ഒരു ഇതിലേക്ക് പോകും. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട്, എനിക്ക് തോന്നുന്നത് 160 ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ആ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. വൺസ് ബുക്കിങ്ങിൻ്റെ സിഗ്നൽ വരുവാണെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു യെസ് 145 ഓക്കെ. കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ബുക്ക് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ളത്. $160, $165 ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അതിലേക്ക് വരുമോ നമുക്ക് നോക്കാം. യെസ്, ഒരു സപ്പോർട്ട് ലെവലാണ്. ഇപ്പോൾ ഒരു സ്ക്വയർ ഓഫ് വേണ്ടി വരും. ഓക്കെ, ഡൺ. സ്ക്വയർ ഓഫ് ചെയ്തു. 1.3K ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഒരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത് പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് മേ ബി അറൗണ്ട് 120-ലേക്ക് വന്നതിന് ശേഷം ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ 130 ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റിയ ലെവൽ 140.39.4 ആണ്. 140-ൽ തന്നെ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് എൻട്രിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു ബൈയിങ് പ്രഷർ ഉണ്ട്, ഡേയിലോ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ അപ്പ് മൂവ് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു പുൾ ബാക്ക് വരുന്നുണ്ട്. നമ്മളിപ്പോൾ 140-ൽ ബുക്ക് ചെയ്തത് 128-ൽ വന്നിട്ടുണ്ട്. റീ എൻട്രി ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 1.3K ആണ് 1 ലോട്ടിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് എൻട്രിക്കായിട്ട് വെയിറ്റ് ചെയ്യാം.